ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും ഒക്കെ പല സ്ഥലത്ത് അങ്ങനെ 10 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്താണ് എനിക്ക് എൻ്റെ മോളുണ്ടായത്. അപ്പോഴും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് എനിക്ക് ആരോഗ്യമുള്ള പിന്നെ ദീർഘായുസോടെ ഒരു കുഞ്ഞിനെ തരണേന്നായിരുന്നു. പക്ഷെ അതിൽ ദൈവം എനിക്ക് എന്താ പറയണ്ടേ കുറച്ച് വളരെ വളരെ കുറച്ച് നാൾ. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുമ്പം ഒരു അമ്മയാവുക എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാനും. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലേ. കുറച്ച് നാളാണെങ്കിലും എനിക്ക് എൻ്റെ മോളെ കൊഞ്ചിക്കാൻ കിട്ടി. അവളാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ളൊരു മോളായിരുന്നു. എൻ്റെ മനസ്സ് കലങ്ങുകയോ എനിക്കൊരു സങ്കടം വരികയോ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നോടൊപ്പം അങ്ങനെ ഒരു മോളുടെ ഒരു സ്നേഹം എനിക്ക് ഇത്രയും നാൾ കിട്ടി. അവളെ എനിക്ക് നോക്കാൻ പറ്റി. ഇത്രയും എൻ്റെ ഒരു മനസാക്ഷി പ്രകാരം ഞാൻ അവളെ ഏറ്റവും നന്നായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്. 8 വർഷം എൻ്റെ ഫാമിലി തന്നെ എല്ലാവരും പറയും ഞാൻ നോക്കുന്ന പോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ എന്താ പറയണ്ടേ 2-3 നേരം അവൾ പല്ല് തേക്കും കുളിക്കും ഒക്കെ ചെയ്ത് വളരെ വൃത്തിയായിട്ടും വളരെ ഇതായിട്ടും എന്താ പറയണ്ടേ. ഞാൻ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും ഞാനും അത് എൻ്റെ ഹസ്ബൻഡും അത് ഭയങ്കര ഡിപ്രസ്ഡാണ്. കാരണം കാലങ്ങൾ ചെല്ലുന്തോറും നമ്മുടെ ദുഃഖങ്ങൾ മായും എന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ നന്ദൻ എൻ്റെ മനസ്സിൽ നിന്ന് 1 ഇഞ്ച് ഇറങ്ങിയിട്ടില്ല. അവളിപ്പോഴും പൂർണ്ണമായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഒരു ദിവസം അവളുടെ പല കാര്യങ്ങൾ ചിന്തിക്കാതെ ഒരു ദിവസം പോവില്ല. ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് നാച്ചുറലി. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം അവളെ ഓർത്തുകൊണ്ടാണ് എണീക്കുന്നത്. എല്ലാ ദിവസവും കരയാതെ ഒരു ദിവസം പോവില്ല. പക്ഷേ ഇപ്പം എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് മരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ജീവിതം പോയേ പറ്റും.